ഹലോ ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ അടുത്ത വീഡിയോ. ഞാൻ എവിടെ പോയിന്ന് കുറെ പേരൊക്കെ ചോദിച്ചു കേട്ടോ, വീഡിയോ എന്താ ഇടാത്തേന്ന്. ഫ്രണ്ട്സൊക്കെ എന്താ ചേട്ടാ ഞാൻ വീഡിയോ ഇടാത്തേ? എന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വന്നു. ഈ മനുഷ്യൻ വെളിച്ചത്തിരിക്കുന്നോണ്ടാണ് ഇത്ര വെളുത്തിരിക്കുന്നത്. അതെ 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 ഗൈസ്. വിശേഷം എന്താണെന്നറിയാവോ? ഞാൻ നേഴ്സായിരുന്നു മുമ്പ്, വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ആയപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടമ്മയായി, കുറെ കാലം അങ്ങനെ ഉണ്ടായി. പിന്നെ ഇപ്പൊ എൻ്റെ ആഗ്രഹം പോലെ മാതാവ് എനിക്ക് നല്ലൊരു ജോലി തന്നു. ഞാനിപ്പോൾ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ റീജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ ജോലിക്കെല്ലാം പോവാൻ തുടങ്ങി. സന്തോഷം ചേട്ടിക്ക്, സന്തോഷം. അതെ അതെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അപ്പം ചേട്ടയെ ആകെ പറഞ്ഞൊരു കണ്ടീഷൻ, മക്കള് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ജോലിക്ക് പൊക്കോന്നായിരുന്നു. അപ്പം എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് പെസഹ വ്യാഴം. അപ്പോൾ അറിയാലോ, ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഒരുക്കത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് ഓഫ് ആണ് ഇന്ന്. നൈറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് മിന്നി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വരും. സാധാരണ നമ്മൾ തറവാട്ടിൽ നിന്നല്ലേ എല്ലാം ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരും. ചിന്നൊന്നുമില്ല കേട്ടോ, അവരൊന്നും വന്നില്ല. കൊച്ചിന് 1 മാസം, ആ വീഡിയോ കണ്ടില്ലായിരുന്നു എല്ലാവരും. 1 മാസം കഴിഞ്ഞു ഇപ്പം. പിന്നെന്താ, ഇനിയിപ്പം നമ്മൾ ഇന്നത്തേക്കുള്ള ഒരുക്കത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. പള്ളിയിൽ പോകണം, അപ്പം ഉണ്ടാക്കണം, പാലുണ്ടാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വഴിയെല്ലാം കാണാം. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നേരെ പെരിയല് എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഇന്ന് ഉണ്ണി വരുന്നുണ്ട്, അതായത് എൻ്റെ ആങ്ങള. പിന്നെ മമ്മിയും കൂട്ടി ഞങ്ങൾ നേരെ ഇനി തിരിച്ച് കാഞ്ഞിരടുക്കത്തേക്ക് വരും. പെസഹ അപ്പമൊക്കെ ഒരുക്കുന്നത് കാഞ്ഞിരടുക്കം വീട്ടിലാണ്. പിന്നെ അനിയന്മാർ 2 പേരും അവിടെ ഉണ്ടായിരുന്നു, കിച്ചുവും ഉണ്ണിയും അവിടെ ഉണ്ടായിരുന്നു. അവരെ അവിടെ ആക്കി ഞങ്ങൾ നേരെ തിരിച്ച് കാഞ്ഞിരടുക്കത്തേക്ക് വന്നു. കുറേ നാളായി ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട്, ഏകദേശം 1 മാസമായി. റോഡ് പണിയൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല. അങ്ങനെ ഇത് പെരിയൽ വടക്കേക്കര എന്ന് പറയുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരു തോടിന് സൈഡിൽ കൂടെ ഇപ്പോൾ റോഡൊക്കെ ആയി, കുറച്ച് കാലമായി. പക്ഷേ അതിലെ കൂടെ ഞങ്ങൾ വണ്ടിയിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടായി പറഞ്ഞു, നമ്മളെപ്പോഴും പോകുന്ന റോഡ് ടാർ ചെയ്യുന്ന കാരണം നമുക്ക് ഈ വഴി പോകാമെന്ന്. അങ്ങനെ ഒരുപാട് നൊസ്റ്റുള്ള സ്ഥലമാണ്. കുഞ്ഞിലൊക്കെ ഇതിലെ കൂടെ നടന്നു വരുമ്പോൾ ചെറിയ വരമ്പ്, അതായത് ഒരു വയലിന് നടുക്കൂടെ വരമ്പിൽ കൂടെ ആയിരുന്നു നടന്ന് പൊക്കോണ്ടൊക്കെ ഇരുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഇപ്പം നല്ല റോഡൊക്കെ ആയി. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വടക്കേ കരയിൽ കൂടെ നേരെ നെടുവോട്ടുപാറ വഴി കാഞ്ഞിരടുക്കത്തേക്ക് വെച്ച് പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, 1 മാസം കൊണ്ട് തന്നെ എന്നും സഞ്ചരിച്ചിരുന്ന വഴിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഇത് നമ്മുടെ ഉസുലൈൻ പബ്ലിക് സ്കൂളിൻ്റെ കുറച്ചപ്പുറയായിട്ട് ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അവിടെ റബ്ബറൊക്കെ വെട്ടിയപ്പോൾ അതേ ആ ഒരു കിടിലൻ വ്യൂ പോയിന്റ് നമ്മുടെ വീടിനടുത്ത് തന്നെ. എല്ലാം കാണുമ്പോൾ ഒരുതരം ആക്രാന്തമായിരുന്നു എനിക്ക്. കാരണം നമ്മുടെ നാടിന് വന്ന മാറ്റം മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. കാരണം ഈ വഴി വന്നിട്ട് കുറച്ച് കാലമായേ. അങ്ങനെ വീട്ടിൽ വന്നു. പെസഹ അപ്പം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, പറഞ്ഞേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. അവിടെ അമ്മയും മോനും വാഴയില വെട്ടാനുള്ള പരിശ്രമത്തിലാണ്. വാഴ ഇച്ചിരി പൊക്കം വെച്ചത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ട്. പിന്നെ പെസഹ അപ്പം ഒരുക്കുന്നത് മെയിനായിട്ട് വീട്ടിലെ കാർന്നവന്മാരാണ്. പണ്ടൊക്കെ പപ്പയായിരുന്നു, ഇപ്പം നമ്മുടെ വീട്ടിലെ കാർന്നവർ ചേട്ടായി. അങ്ങനെ മമ്മി അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നു, ചേട്ടായി അത് മാവ് പരുവത്തിലാക്കുന്നു. അതിനിടയിൽ എബിയുടെയും ഒബിയുടെയും കലാപരിപാടികൾ വേറെ ഉണ്ടായിരുന്നു. അവർ ഒരാൾ ഭയങ്കര വീഡിയോ പിടുത്തം. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അടുത്തയാൾ ഫോൺ കൊടുക്കാത്തതിന് പിണങ്ങിപ്പോയി. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്നതാണ്. അതായത് നമ്മൾ 50 ദിവസത്തെ നോയമ്പൊക്കെ എടുത്ത് കുമ്പസാരിച്ച് ഒരുപാട് ഒരുക്കത്തോടു കൂടി വേണം പെസഹ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.
ഉമ്മ തരുമോ? ഉമ്മ തരുമോടാ? ശ്രുതി മതി, ശ്രുതി 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 ഒരു ഉമ്മ ഇവിടെ. ഓ എന്റെ കുഞ്ഞു പള്ളിയിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി. അതായത് എൻ്റെ മമ്മിയുടെ തറവാട് വീട്ടിലേക്ക് പോയി. കാരണം എപ്പോഴും അവിടെ നിന്നാണ് ഇത്രയും കാലം ഞങ്ങൾ പെസഹ ആഘോഷിച്ചിരുന്നത്. കാരണം അമ്മമ്മ അവിടെയല്ലേ ഉള്ളത്. അതുപോലെ കാരണവന്മാർ എവിടെയാണോ അവിടെ. പിന്നെ ആദ്യം രാവിലെയൊക്കെ ഞങ്ങൾ ഓർത്തത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അപ്പം മുറിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആ സ്ഥിരം പതിവ് മാറ്റി വേറെ ഇതായപ്പോഴത്തേനും ഞങ്ങൾക്കൊരു വിഷമം. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനം മാറ്റി പള്ളിയിൽ പോയിട്ട് നേരെ അമ്മമ്മയുടെ വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇൻട്രിയപ്പവും കുരിശപ്പവും പിന്നെ അതുപോലെ പാല് ചേച്ചിമ്മ ഉണ്ടാക്കി പിന്നെ വട്ടയപ്പവും ഒക്കെ എടുത്ത് ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഉള്ളവരും. അങ്ങനെ അമ്മമ്മയും ചേട്ടായിയും കൂടെ അപ്പമൊക്കെ മുറിച്ചു, കുരിശപ്പം മുറിച്ചു, പാലും എല്ലാം എല്ലാവർക്കും കൊടുത്തു. ഇത് വീട്ടിൽ തലമുതിർന്ന ആൾ, അതായത് ഇപ്പം അമ്മമ്മ ആണുള്ളത്. അപ്പം അമ്മമ്മ പിന്നെ കുരിശപ്പം കട്ട് ചെയ്തു, പിന്നെ അതെല്ലാവർക്കും കൊടുക്കും. പ്രാർത്ഥിച്ചിട്ട് കുരിശപ്പവും പാലും കൂടെ കൊടുക്കും. അത് മുതിർന്ന ആൾക്കാർക്കാണ് ആദ്യം കൊടുക്കുക. ആദ്യം അമ്മമ്മ, പിന്നെ അമ്മമ്മേനേക്കാളും പിന്നെ ഇളയത്, അങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് ഏറ്റവും ലാസ്റ്റ് നോബി വരെ എത്തും. അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. ഇനി നമുക്കത് കാണാം കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. രാവിലെ മനസ്സിന് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒന്നിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പം. പിന്നെ സാഹചര്യം അല്ലേന്ന് ഓർത്ത് സമാധാനിച്ചു. പക്ഷേ ഉച്ചയായപ്പോഴത്തേനും എല്ലാം മാറി മറിഞ്ഞു. അങ്ങനെ എന്തായാലും വിചാരിച്ചതിനേക്കാളും ഡബിൾ ഹാപ്പി.